ഹായ് ഗൈസ്, ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇത്ര നേരം എനിക്ക് ഓരോരോ പണികളായിരുന്നു വീട്ടിൽ. രാവിലെ പണിക്ക് പോകുമ്പോൾ എല്ലാം ഇട്ടറിഞ്ഞ് അങ്ങനെ പോയി. മോനിക്കാണെങ്കിൽ ഇന്ന് അവളെ അഡ്മിഷൻ ആക്കാൻ പോയിട്ടുണ്ട്. അച്ഛനും മോളും മംഗലാപുരം പോയിട്ടുണ്ട്. ഇതാ ഇനി എത്തിയിട്ടില്ല, ഇരുട്ടായി. അവരുടെ കാത്തിങ്ങനെ ഇരിക്കുക. പണി വിട്ട് വന്ന് അങ്ങനെ, അല്ലെങ്കിൽ അവൾ എല്ലാം കുറച്ചൊക്കെ പണിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് പണിയൊന്നും എല്ലാം ഞാനേ എടുക്കണമായിരുന്നു. ചോറാക്കി, ഒരു സാമ്പാർ വെച്ചു. പിന്നെ അങ്ങനെ എന്താ പറയുക, ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായി, എല്ലാം ചൂടാക്കിയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മാങ്ങ കൊടുന്നിട്ടുണ്ട്. അത് മിനിയാന്ന് കൊടുന്നതാണ്, ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പച്ചമാങ്ങ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് കൊണ്ടുവന്നപ്പോഴേ മോനി പറഞ്ഞു അമ്മ അതിനെ കറി വെച്ചതാണ്. അപ്പോൾ അത് അമ്മ പച്ചമാങ്ങനെ ഒരു കറി വെക്കണമെന്നുണ്ട്. അതൊരു പണി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഇവരിനെ കാത്തോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇവരാണെങ്കിൽ ഇനിയും എത്തിയിട്ടില്ല. രാവിലെ 5 മണിക്ക് പോയവരാ. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. എന്താ പറയുക, നമുക്ക് കഷ്ടമല്ലേ. സുണ്ടിപ്പോൾ പോയിട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ സുണ്ടി പോകുമ്പോൾ ലേറ്റായി അത്ര വണ്ടി കിട്ടാനും. അങ്ങനെ അവിടെ പോയി അഡ്മിഷനിലായി എല്ലാം ആകുമ്പോൾ കുറച്ച് ഇനി എത്തിയിട്ടില്ല. ഇപ്പോൾ അവിടെ മടക്കര എത്തിയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞു ഇപ്പോൾ ഫോണാക്കിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വരും, കുറച്ച് ലേറ്റ് ആകും. അപ്പോൾ അവരുടെ വെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. എനിക്കാണെങ്കിൽ മാങ്ങ കറി വെക്കണം, അതൊരു പണിയുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരുമ്പോഴത്തേനും മാങ്ങ ഒന്ന് കറി വയ്ക്കാം. പിന്നെ അവൾ അഡ്മിഷൻ ആക്കിയെന്ന് പറഞ്ഞല്ലേ, അതെന്തിനാ പറഞ്ഞാൽ അവൾ ഫിസിയോതെറാപ്പി BPT ആ കോഴ്സ് എടുക്കണത്ര. അപ്പോൾ അത് പഠിക്കാനായിട്ട് ഇനി അവൾ ഇപ്പോൾ അഡ്മിഷനായി. എന്തായാലും 1-1.5 മാസം ഉണ്ടാകുമായിരിക്കും ക്ലാസ് തുടങ്ങാത്ത, അറിയില്ല. വന്നിട്ട് അറിയണം അത്ര, അവൾ പറയും. അപ്പോൾ ഞാനങ്ങ് ഇത്ര നേരം പറഞ്ഞിട്ടില്ലേ, പണി വിട്ട് വന്ന് തുണി അലക്കലും പാത്രം കഴുകലും അങ്ങനെ ചോറും കറിയാവില്ലാണ് ഓരോരോ പണികൾ. അങ്ങനെ ഇത്ര നേരം വീഡിയോ പിടിക്കാൻ നേരത്തെ ഒന്ന് പിടിക്കണം എന്നുണ്ടായി. അപ്പോൾ ഞാൻ പിടിക്കാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ സാമ്പാർക്കെല്ലാം ചോറ് വെന്തു, സാമ്പാർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഒന്ന് താളിക്കണം അതിനൊക്കെ. പിന്നെ ഇനി എന്താ പറഞ്ഞാൽ, അത് ഞാൻ പറഞ്ഞില്ലേ 4 മാങ്ങ കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ, അത് ആ കറി പച്ചമാങ്ങ, അതിനെ കടുമാങ്ങ പറയും കറി വയ്ക്കുക. അത് ഞാനിപ്പോൾ കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് ഞാനിപ്പോൾ എനിക്കറിയണം അങ്ങനെ ഞാൻ ഇപ്പോൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്കും കാണാം. അങ്ങനെ അപ്പോൾ മൊബൈൽ ഇവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് വേണം പിടിക്കാൻ. എൻ്റെ പച്ചമാങ്ങ. അപ്പോൾ ഈ പച്ചമാങ്ങനെ ഞാൻ കറിയാക്കുകയാണ്. അപ്പോൾ കടുമാങ്ങ പറയും ആ കറിക്ക്. അപ്പോൾ അത് ആ കടുമാങ്ങ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ നമുക്കൊന്ന് കാണാം. ഫസ്റ്റ് ഈ മാങ്ങേൻ്റെ തൊലി ചെത്തണമെന്നൊന്നുമില്ല, എല്ലാവരും ഒന്നും ചെത്തൂല, ഞാൻ ചെത്തുകയാണ്. അങ്ങനെ ഇത് ചെത്തണമെന്നില്ല. ചില മാങ്ങാൻ്റെ തൊലി കുറച്ച് ഗട്ടി ഉണ്ടാവും, കുറച്ച് കയ്പ്പൊക്കെ ഉണ്ടാവും. ഇത് എളുപ്പമുണ്ട്, ഇത് ചെത്തണമെന്നില്ല. നമ്മളുടെ ചിലർക്ക് ഇഷ്ടമല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ചെത്തുന്നുണ്ട്. ഇതിന് എന്താ പറഞ്ഞ, ഈ മാങ്ങയ്ക്ക് കുറേ സാധനങ്ങളൊന്നും വേണ്ട. ലേസ് എന്താ പറഞ്ഞാൽ മല്ലിപ്പൂ, അതായത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കടുകും പിന്നെ ഉലുവ, കുറച്ച് പഞ്ചസാരയോ ബെല്ലം ഉണ്ടെങ്കിലും ആവും. ബെല്ലം ഇല്ല, അപ്പോൾ പഞ്ചസാരയാണ് പറഞ്ഞത്. അപ്പോൾ ഇത്ര സാധനം ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കടുമാങ്ങ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് ചെത്തിയെടുക്കട്ടെ. പഴുത്ത മാങ്ങ കറി വെക്കും, പക്ഷെ പച്ചമാങ്ങ കറി വെക്കില്ലല്ലോ, അങ്ങനെ കുറവാണ്. പക്ഷെ ഇങ്ങനെ ഈ കടുമാങ്ങ ഇങ്ങനത്തെ പച്ചമാങ്ങ ആക്കി വെച്ചിട്ട് നമുക്ക് കുറേ ദിവസം എടുത്ത് വെക്കാം. അത് ഇങ്ങനെ ചൂടാകണം, ഇങ്ങനെ ഇത് നല്ല ഇങ്ങനെ കറിയാക്കിയിട്ട് വെച്ചാൽ കുറേ ദിവസം വെക്കാം. എന്ന് പറഞ്ഞാൽ തണുക്കണം, അങ്ങനെ കുറുകിയിട്ടും ഉണ്ടാവും. ദിവസം വെക്കണം, അങ്ങനെ ടേസ്റ്റും കൂടും. അങ്ങനെയാണ്. ഇതേപോലെ മാങ്ങ ചെത്തുക. ഇപ്പം ഞാൻ മാങ്ങ എല്ലാം തോലൊക്കെ ചെത്തി ഇപ്പം നല്ല കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഞാൻ
ഉണ്ടാക്കണം പറഞ്ഞാൽ ഇങ്ങനെ ഇതേപോലെ കട്ടാക്കാം. ഇത് ചിലവർ ഇങ്ങനെ മാങ്ങാൻ എന്താ പറഞ്ഞാൽ കുക്കറിൽ വേവിക്കും, നല്ലോണം വേവിക്കും. ഞാനിപ്പോൾ കുക്കറിൽ വേവിക്കുന്നില്ല, ഞാൻ ഈ ചെറിയ ചട്ടിയിൽ ഈ ചട്ടിയിലാണ് വേവിക്കുന്നത്. കുക്കറിലും വേവിക്കാം. അപ്പോൾ ഞാൻ മാങ്ങയ്ക്ക് മുറിച്ച് വെച്ച മാങ്ങയ്ക്ക് ലെസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ വേവിക്കാൻ പോവുക. വേവിക്കാം. ഇതിന് മഞ്ഞൾപ്പൊടി വേവാൻ വെക്കുമ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ഇടുക. അങ്ങനെ ഒരു ഇപ്പോൾ ഇതിൽ 4 മാങ്ങ ഇട്ടിട്ടുണ്ടല്ലേ. 1 ടീസ്പൂൺ വെല്ലുക. ഇതിലൊരു 3 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടിയുടെ. ഇത് വേറെ ഞാൻ വീട്ടിൽ പൊടിപ്പിക്കുന്നതാണ്, ഞാനേ പൊടിച്ച മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുണ്ട്. ഇതിൽ കാന്താരി നല്ല ഉണക്കിയിട്ട് പൊടിച്ച് അതും കൂട്ടിയിട്ട് ഇതിൽ കുറച്ച് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ ഇതിലൊരു 3 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി ഇടാം. മുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണ്ടിയിട്ട് ഇടുക. നമുക്ക് കുറച്ച് എരിവൊക്കെ വേണം. അപ്പോൾ 3 ടീസ്പൂണിൻ്റെ അത്ര മുളക് പൊടി ഇട്ടു. അങ്ങനെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടണം. ഇനി എല്ലാം വേവിക്കാൻ വെച്ചാൽ ഇങ്ങനെ അടച്ച് വയ്ക്കാം. ഇതിനി വെന്തോട്ടെ. ഇത് വേഗണ വരയ്ക്കും നമുക്ക് കുറച്ച് വേറെ പണിയുണ്ട്. എന്താ പറഞ്ഞാൽ കുറച്ച് കടുകും ഉലുവയും ഒന്ന് ലേശം ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കാം. എന്ത് മിനിറ്റു എന്ത് പറ്റി? കുറച്ച് ഉലുവയും കുറച്ച് കടുകുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിപ്പിച്ചിട്ട് വെക്കാം. ഇത് പൊടിച്ചിട്ട് കറിയൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കാൻ നേരത്ത് ഇറക്കുന്നതിന് മുമ്പ് കുറച്ച് ഇട്ടിട്ട് ഈ പൊടി
ഇതിൻ്റെ പൊടി ഉണ്ടല്ലോ അതൊരു ലേസ് ഇതെല്ലാം ഇടുക. ഇട്ടിട്ട് പിന്നെ തിളപ്പിക്കണമെന്നില്ല, ഇറക്കാൻ നേരത്ത് ഇടാൻ വേണ്ടിയിട്ടുള്ളത്. അതല്ലാണ്ട് വേറെ താളിക്കണമല്ലേ, അത് വേറെ. ഇതിപ്പോൾ ഇങ്ങനെ ഇത്ര മതി. ചൂടാക്കിയിട്ട് ഇതൊന്ന് പൊടിക്കുക. വേണ്ട, പൊടിച്ച് വെച്ചിട്ടായി. കുറച്ച് ചാറ് പോലെ വെക്കാനാണ് പ്ലാന്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം അത് വേവട്ടെ. വെന്തോ നോക്കാം. ഇനി എന്താ വേണം പറഞ്ഞാൽ പഞ്ചസാര ഒരു 2 ടീസ്പൂണിൻ്റെ അത്ര പഞ്ചസാര നമുക്ക് കൂട്ടാം. എന്താ പറഞ്ഞാൽ ഈ പുളിയെല്ലാം ഒന്ന് ബാലൻസ് ആവണം. പിന്നെ പച്ച മാങ്ങയല്ലേ, അപ്പോൾ അതിന് 2 നോക്കട്ടെ. ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ ഇതിനൊരു 2 വലിയ ടീസ്പൂണാണെങ്കിൽ ഒരു 3 ടീസ്പൂണിൻ്റെ അത്ര ഇടണം. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് അത് 2 ഇട്ട് ഒന്നല്ല. വെളുത്തുള്ളി ചതച്ചത്, നമുക്ക് ഈ താളിച്ചതും കൂടെ ഇതിലോട്ട് കറിയിൽ ചേർക്കാം. അങ്ങനെ നേരത്തെ ഉലുവി പിന്നെ കടുകും പൊടിച്ച് വെച്ചിട്ടുണ്ടായാലേ അതും കൂടി ഒന്ന് ആ പൊടിയും കൂടി ഒന്ന് ചേർക്കാം. ഞാൻ ഗ്യാസ് ഓഫാക്കിയല്ലേ. ഇത് പിന്നെ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാമായിട്ട് അടിപൊളി ടേസ്റ്റ്. പഞ്ചസാര ലേശം കൂടെ വേണമെങ്കിൽ കൂട്ടാം. മധുരമുണ്ട്, എന്നാലും കുറച്ചും കൂടെ കൂട്ടാം. ഇതെല്ലാം ഒരു കഷ്ണത്തിൽ ഇത്ര കൂട്ടുണ്ടായിരുന്നു. ഇത് ഇനി വെച്ചാൽ
ഇനിയും കുറുകും. അപ്പോൾ അത് കുറച്ച് കുറുകിപ്പോയി. ചാറ് പോലെ വെക്കണം എന്ന് ഓർത്തതാ. ഇപ്പോഴേക്ക് കൂട്ടാൻ തരി 4 മാങ്ങയാലേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നോളൂ. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറി കേട്ട, കടുമാങ്ങ ഇതിനെ പറയണത് കടുമാങ്ങ. ഇനിയിപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഈ കറിക്ക് പറയണതാണ് കടുമാങ്ങ. ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് കുറച്ച് ദിവസം വെക്കുകയും ചെയ്യാം. വെച്ചിട്ട് ഡെയിലി ഇങ്ങനെ വേണം എടുത്ത് കഴിക്കുക. ഒന്നും കേട് വരുന്നു പോവില്ല. ടേസ്റ്റ് ആ ദിവസം പോകണം. ഇങ്ങനെ കറി ടേസ്റ്റ് കൂടിയിട്ടുണ്ടാവും. ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ആക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ട്രൈ ആക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയിക്കണം. സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. പച്ചമാങ്ങ കിട്ടിയ ഇങ്ങനെയും കറി വയ്ക്കാം. നമുക്ക് ആദ്യമൊക്കെ ഞാൻ പഴുത്ത മാങ്ങ കറി വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമാങ്ങ ഞാൻ കറി വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾ തോട്ടത്തിൽ പണിക്ക് പോകുമ്പോൾ ഒരമ്മ കറി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് മാങ്ങ പറഞ്ഞു, പച്ചമാങ്ങ കറി വെച്ചായിരുന്നു, കടുമാങ്ങ പറഞ്ഞു. അപ്പോഴേ എനിക്ക് അറിഞ്ഞത് ഇങ്ങനെ ആക്കാനാവുമല്ലേ. അപ്പോൾ അവർ പറഞ്ഞു തന്ന കറിയാണ്. ഇങ്ങനെ ആക്കി നോക്കും മാങ്ങ കിട്ടുമ്പോൾ. ഏതമ്മ അറിയോ? സാവിത്രിയമ്മ. അതിന് പറയണേ സാവിത്രിയമ്മ. അങ്ങനെ സാവിത്രിയമ്മ പറഞ്ഞു തന്ന കറിയാണിത്. അപ്പോൾ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് അറിയിക്കണം. പിന്നെ ഇതേപോലെ ആരെങ്കിലും നല്ല അമ്മമാർ ഇതേപോലെ കറിയൊക്കെ പറഞ്ഞു തന്നു നിങ്ങൾക്കും എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരാം. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതന്നെ, മാങ്ങക്കറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം.